ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായമാണ്. ഈ അധ്യായത്തിലാകെ 31 വാക്യങ്ങളും 2 ശീർഷകങ്ങളുമാണ് ഉള്ളത്. ഒന്നാമത്തെ ശീർഷകം ഗലാത്യക്കാരെക്കുറിച്ച് വ്യഗ്രത, രണ്ടാമത്തെ ശീർഷകം ഹാഗാറും സാറായും. ഇവിടെ ശ്ലീഹ 4-ാം അധ്യായം തുടങ്ങുന്നത് 3-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. ഇവിടെ ശ്ലീഹ പറയുന്നത്, പിന്തുടർച്ച അവകാശി വസ്തുവിൻ്റെ ഉടമയാണെങ്കിലും അവൻ ബാലനായിരിക്കുന്നിടത്തോളം കാലം അടിമയിൽ നിന്നും വിഭിന്നനല്ല. കാരണം പിതാവ് നിശ്ചയിക്കുന്നതുവരെ അവൻ രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. എന്നാൽ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ പ്രകൃതിയുടെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നെന്ന് ശ്ലീഹ പറയുന്നു. തുടർന്ന് ശ്ലീഹ പറയുന്നുണ്ട്, എന്നാൽ കാലത്തിൻ്റെ സമ്പൂർണതയിൽ പിതാവ് പുത്രനെ അയച്ചു. അവൻ നിയമത്തിന് അധീനനായി ജീവിച്ചു. അങ്ങനെ നമ്മെ പുത്രരായി ദത്തെടുക്കേണ്ടതിന് നിയമത്തിന് വിധേയരായ നമ്മെ അതിൽ നിന്നും മോചിപ്പിച്ചു. തുടർന്ന് ഗലാത്യ 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതം അനുസരിച്ച് അവകാശിയുമാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. ഗലാത്യക്കാരെ കുറിച്ചുള്ള വ്യഗ്രത. നാം ദൈവത്തെ അറിയാതിരുന്ന സമയത്ത് ദൈവമല്ലാത്തവയെ നാം സേവിച്ചു. എന്നാൽ ഇപ്പോൾ നാം ദൈവത്തെ അറിയുന്നു, ദൈവം നമ്മെയും അറിയുന്നു. ഇങ്ങനെ ദൈവത്തെ അറിഞ്ഞ ശേഷം പ്രകൃതിയുടെ ശക്തികൾക്ക് പിന്നാലെ പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ശ്ലീഹ അവരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശ്ലീഹ അധ്വാനിച്ചതിൻ്റെ ഫലം വ്യർത്ഥമാണെന്ന് ശ്ലീഹ അവരോട് പറയുന്നുണ്ട്. തുടർന്ന് ശ്ലീഹ അവരോട് അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെപ്പോലെ ആകുവിൻ. നിങ്ങൾ എന്നോട് തിന്മയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ആദ്യം സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ ഞാൻ രോഗാവസ്ഥയിലായിരുന്നു. എന്നിരുന്നാലും നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. പകരം യേശു ക്രിസ്തുവിനെ പോലെയും ദൈവദൂതന്മാരെ പോലെയും നിങ്ങൾ എന്നെ സ്വീകരിച്ചു. നിങ്ങളുടെ ആ സന്തോഷം എവിടെ പോയെന്ന് ശ്ലീഹ അവരോട് ചോദിക്കുന്നുണ്ട്. തുടർന്ന് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നും ശ്ലീഹ അവരോട് പറയുന്നു. തുടർന്ന് 19-ാം അതിൽ ശ്ലീഹ അവരെ തൻ്റെ കുഞ്ഞു മക്കളെ എന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്നും എന്നാൽ നിങ്ങളെക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാണെന്നും ശ്ലീഹ അവരോട് പറയുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. ഹാഗാറും സാറായും. ഇവിടെ ശ്ലീഹ അബ്രാഹത്തിൻ്റെ 2 പുത്രന്മാരെ കുറിച്ചാണ് പറയുന്നത്. ദാസിയായ ഹാഗാറിൽ നിന്നും ജനിച്ച ഇസ്മായിലിനെ കുറിച്ചും സ്വതന്ത്രയായ സാറായിൽ നിന്ന് ജനിച്ച ഇസഹാക്കിനെ കുറിച്ചും. സ്വതന്ത്രയായ സാറായിൽ നിന്ന് ജനിച്ച ഇസഹാക്കാണ് വാഗ്ദാന പ്രകാരം ജനിച്ചവൻ. ഇവിടെ ശ്ലീഹ ഈ 2 സ്ത്രീകളെയും 2 ഉടമ്പടികളുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഹാഗാറിനെ സീനായ് മലയിൽ വെച്ചിട്ടുള്ള ഉടമ്പടിയായും പുതിയ ജെറുസലേമുമായുമായിട്ടാണ് ശ്ലീഹ പറയുന്നത്. അവളും അവളുടെ പുത്രന്മാരും ദാസ്യവൃത്തി ചെയ്യുന്നു. എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ്. അവളാണ് നമ്മളുടെ അമ്മ. ഇസഹാക്ക് വാഗ്ദാന പ്രകാരം ജനിച്ച പുത്രനാണ്. നമ്മൾ ഇസഹാക്കിനെ പോലെ വാഗ്ദാന പ്രകാരമുള്ളവരാണ്. നമ്മൾ ദാസിയുടെ മക്കളല്ല. തുടർന്ന് ശ്ലീഹ പറയുന്നുണ്ട്, ദാസിയെയും പുത്രനെയും നിങ്ങളുടെ നിന്നും നിഷ്കാസനം ചെയ്യുവേൻ. എന്തെന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടുകൂടെ അവകാശിയാകാൻ പാടില്ല. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പിന്തുടർച്ചാവകാശി വസ്തുവിൻ്റെ ഉടമയാണെന്നിരിക്കലും ബാലനായിരിക്കുന്നിടത്തോളം കാലം ഡാഷിൽ നിന്നും വിഭിന്നനല്ല. ഉത്തരം, അടിമയിൽ നിന്നും. അടുത്ത ചോദ്യം, പിതാവ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ ആരുടെയൊക്കെ സംരക്ഷണത്തിലായിരിക്കും. ഉത്തരം, രക്ഷാകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും. അടുത്ത ചോദ്യം, നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ഡാഷിൻ്റെ ശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം, പ്രകൃതിയുടെ ശക്തികൾക്ക്. അടുത്ത ചോദ്യം, എന്നാൽ കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ഉത്തരം, ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അടുത്ത ചോദ്യം, അവൻ സ്ത്രീയിൽ നിന്നും ജാതനായി ഡാഷിന് അധീനനായി ജനിച്ചു. ഉത്തരം, നിയമത്തിന്. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കിയത്? ഉത്തരം, നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന്. അടുത്ത ചോദ്യം, നമ്മെ ദൈവപുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ ഡാഷിന് അധീനനായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ഉത്തരം, നിയമത്തിന്. അടുത്ത ചോദ്യം, നിങ്ങൾ മക്കളായതുകൊണ്ട് ആരെയാണ്
ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നത്? ഉത്തരം, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ. അടുത്ത ചോദ്യം, നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ഡാഷും ആണ്. ഉത്തരം, ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. അടുത്ത ചോദ്യം, ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ എന്തിനെ സേവിച്ചു? ഉത്തരം, യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ. അടുത്ത ചോദ്യം, എന്ത് ഒരിക്കൽ കൂടി ആരാകാൻ നിങ്ങൾ ഇച്ഛിക്കുന്നുവോ എന്നാണ് ശ്ലീഹ ചോദിക്കുന്നത്? ഉത്തരം, അവയുടെ സേവകർ. അടുത്ത ചോദ്യം, നിങ്ങൾ എന്തൊക്കെ ആചരിക്കുന്നുവെന്നാണ് ഗലാത്യ 4:10 ശ്ലീഹ പറയുന്നത്? ഉത്തരം, ദിനങ്ങൾ, മാസങ്ങൾ, ഋതുക്കൾ, വർഷങ്ങൾ. അടുത്ത ചോദ്യം, എന്താണ് ശ്ലീഹ ഭയപ്പെടുന്നതായി പറയുന്നത്? ഉത്തരം, നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന്. അടുത്ത ചോദ്യം, ഗലാത്യ 4:12 സഹോദരരെ എന്ന് അവരെ വിളിച്ചുകൊണ്ട് ശ്ലീഹ അവരോട് അപേക്ഷിക്കുന്നതെന്ത്? ഉത്തരം, നിങ്ങൾ എന്നെപ്പോലെ ആകുവിൻ. അടുത്ത ചോദ്യം, ഞാൻ ആദ്യമേ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചത് എങ്ങനെയുള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് ശ്ലീഹ പറയുന്നത്. ഉത്തരം, എനിക്ക് ശാരീരികാസ്വാസ്ഥ്യം ഉള്ള അവസരത്തിൽ. അടുത്ത ചോദ്യം, എൻ്റെ ശാരീരിക സ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്തില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, നിങ്ങൾ എന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. അടുത്ത ചോദ്യം, എന്നെ ആരെപ്പോലെ നിങ്ങൾ സ്വീകരിച്ചു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, എന്നെ ഒരു ദൈവദൂതനെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ തന്നെ. അടുത്ത ചോദ്യം, സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, നിങ്ങൾ സ്വന്തം കണ്ണുകൾ പോലും ശൂഴ്ന്നെടുത്ത് തരുമായിരുന്നു എന്ന്. അടുത്ത ചോദ്യം, ഗലാത്യ 4 5-7 വാക്യത്തിന് സമാന വാക്യം. ഉത്തരം, റോമ 8 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ചോദ്യം, നിങ്ങൾ അവരിൽ താല്പര്യം കാണിക്കേണ്ടതിന് നിങ്ങളെ ഡാഷ് ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം. ഉത്തരം, ഒറ്റപ്പെടുത്തുക. അടുത്ത ചോദ്യം, ഗലാത്യ 4:19 ശ്ലീഹ ഗലാത്യക്കാരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? ഉത്തരം, എൻ്റെ കുഞ്ഞുമക്കളെ എന്ന്. അടുത്ത ചോദ്യം, എൻ്റെ കുഞ്ഞുമക്കളെ ഡാഷ് അവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നതും. ഉത്തരം, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ. അടുത്ത ചോദ്യം, ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനായിരിക്കാനും എന്ത് മാറ്റാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ശ്ലീഹ എഴുതുന്നത്. ഉത്തരം, എൻ്റെ സംസാര രീതി തന്നെ. അടുത്ത ചോദ്യം, നിയമത്തിന് വിധേയരായിരിക്കാൻ അഭിലഷിക്കുന്ന നിങ്ങൾ എന്നോട് പറയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്ലീഹ ചോദിക്കുന്നത് എന്താണ്? ഉത്തരം, നിങ്ങൾ നിയമം അനുസരിക്കുകയില്ലേ? അടുത്ത ചോദ്യം, അബ്രാഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ഡാഷിൽ നിന്നും ഇതരൻ ഡാഷിൽ നിന്നും. ഉത്തരം, ദാസിയിൽ നിന്നും സ്വതന്ത്രയിൽ നിന്നും. അടുത്ത ചോദ്യം, ദാസിയുടെ പുത്രനും സ്വതന്ത്രയുടെ പുത്രനും എങ്ങനെയാണ് ജനിച്ചത്? ഉത്തരം, ശാരീരിക രീതിയിലും വാഗ്ദാന പ്രകാരവും. അടുത്ത ചോദ്യം, ആലങ്കാരികമായി പറഞ്ഞാൽ ഈ 2 സ്ത്രീകൾ എന്താണ്? ഉത്തരം, 2 ഉടമ്പടികളാണ്. അടുത്ത ചോദ്യം, എവിടെ നിന്നുള്ളവളാണ് ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നത്? ഉത്തരം, സീനായ് മലയിൽ നിന്നുള്ളവൾ. അടുത്ത ചോദ്യം, സീനായ് മലയിൽ നിന്നുള്ള ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിച്ചത് ആരാണ്? ഉത്തരം, ഹാഗാർ. അടുത്ത ചോദ്യം, അറേബ്യയിലെ സീനായ് മലയായി ഉപമിക്കുന്നത് ആരെയാണ്? ഉത്തരം, ഹാഗാറിനെ. അടുത്ത ചോദ്യം, ഹാഗാർ എന്തിൻ്റെ പ്രതീകമായിട്ടാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ഇന്നത്തെ ജെറുസലേമിൻ്റെ. അടുത്ത ചോദ്യം, ഹാഗാർ തൻ്റെ മക്കളോടൊത്ത് എന്ത് ചെയ്യുന്നുവെന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം, ദാസ്യവൃത്തി ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഗലാത്യ 4:26 പ്രകാരം ആരാണ് നമ്മുടെ അമ്മ? ഉത്തരം, സ്വർഗീയ ജെറുസലേം. അടുത്ത ചോദ്യം, പ്രസവവേദന അനുഭവിക്കാത്ത നീ ആനന്ദിച്ച് ഡാഷ്. ഉത്തരം, ആർപ്പ് വിളിക്കുക. അടുത്ത ചോദ്യം, ഭദ്രമതികൾക്കുള്ളതിനേക്കാൾ കൂടുതൽ മക്കൾ ആർക്കാണുള്ളത്? ഉത്തരം, പരിത്യക്തിക്ക്. അടുത്ത ചോദ്യം, സഹോദരെ നമ്മളാകട്ടെ ഡാഷിനെ പോലെ വാഗ്ദാനത്തിൻ്റെ മക്കളാണ്. ഉത്തരം, ഇസഹാക്കിനെ പോലെ.
അടുത്ത ചോദ്യം, ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആരെയാണ് പീഡിപ്പിച്ചത്? ഉത്തരം, ആത്മാവിൻ്റെ ശക്തിയാൽ ജനിച്ചവനെ. അടുത്ത ചോദ്യം, വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്ലീഹ ആരെയെല്ലാം നിഷ്കാസനം ചെയ്യുവിൻ എന്നാണ് പറയുന്നത്? ഉത്തരം, ദാസിയെയും അവളുടെ പുത്രനെയും. അടുത്ത ചോദ്യം, ദാസിയുടെ പുത്രൻ ആർക്കൊപ്പം അവകാശിയാകാൻ പാടില്ല? ഉത്തരം, സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം. അടുത്ത ചോദ്യം, സഹോദരരെ, അതുകൊണ്ട് നമ്മൾ ദാസിയുടെ മക്കളല്ല, ഡാഷിൻ്റേതാണ്. ഉത്തരം, സ്വതന്ത്രയുടേത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും ലോഗസ് എക്സാമിനായി നന്നായി ഒരുങ്ങുമല്ലോ. നന്ദി.